നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലൈഫ് മിഷനിൽ അഴിമതി നടന്നുവെന്ന് CBI കണ്ടെത്തൽ. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ പണവും ഐഫോണും നൽകിയത് കൈക്കൂലിയായി. വിദേശ ഫണ്ട് കൈപ്പറ്റിയതിൽ അപാകതയുണ്ടോ എന്നും കോടതി ചോദിച്ചു. വിശദമായ വാദം ഇനി വ്യാഴാഴ്ച നടക്കും. അതോടൊപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവുകൾ അടിയന്തരമായി ഹാജരാക്കണമെന്ന് NIA കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കേസ് ഡയറിയും അനുബന്ധ തെളിവുകളും ഹാജരാക്കണം. അല്ലാത്ത പക്ഷം പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടി വരും എന്നാണ് NIA കോടതി അറിയിച്ചത്. കസ്റ്റംസ് UAPA വകുപ്പുകൾ വളരെ ലാഘവത്തോടെ എടുത്ത് കുറ്റം ചുമത്തിയിരിക്കുന്നുവെന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. ഇത് കേവലം നികുതി വെട്ടിപ്പ് കേസുകൾ പോലും ഭീകരവാദത്തിൻ്റെ പട്ടികയിലേക്ക് എത്തിക്കാൻ ഇടയാക്കും എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഇന്ന് കസ്റ്റംസ് ചുമത്തിയ കേസുകളിൽ സ്വപ്ന സുരേഷിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചേക്കാവുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? തെളിവുകൾ ഇനി ഹാജരാക്കേണ്ടത് ഏത് ഘട്ടത്തിൽ? ഇനിയും പുതിയ തെളിവുകൾ സമാഹരിക്കേണ്ടതുണ്ടോ? ലൈഫ് മിഷനിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതിൽ FCRA ലംഘനം നിലനിൽക്കുമോ? ജനം ഡിബേറ്റ് വിശദമായി ചർച്ച ചെയ്യുകയാണ്. ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ബലദേവ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശിവശങ്കറിലേക്ക് പോവുകയാണ്. ശ്രീ PR ശിവശങ്കർ, മാസങ്ങളായി നമ്മൾ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്യുന്നു. ഈ സ്വർണ്ണക്കടത്താണ് ലൈഫ് മിഷനിലേക്ക് എത്തിച്ചത്. ലൈഫ് മിഷനിൽ CBI ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് CBI കോടതിയെ അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പക്ഷേ സ്വർണ്ണക്കടത്തിൽ ചില അട്ടിമറി സാധ്യതകൾ, സൂചനകൾ തെളിഞ്ഞു വരികയാണ്. ഇന്ന് കസ്റ്റംസ് ചുമത്തിയ കേസുകളിൽ സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വപ്നയ്ക്ക് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. അതായത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, 60 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനാൽ തന്നെ സ്വാഭാവിക ജാമ്യത്തിന് സ്വപ്ന സുരേഷ് അർഹയായിരിക്കുന്നു. സ്വപ്ന മാത്രമല്ല, ഈ കേസിൽ 17 പ്രതികളിൽ 10 പേർക്കും ഇപ്പോൾ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ സാങ്കേതികമായി NIA കേസ് നിലനിൽക്കുന്നതിനാൽ മാത്രം ഇവർക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ആകില്ല എന്ന് മാത്രം. സമാന്തരമായി NIA കോടതി ഇന്ന് അറിയിച്ചിരിക്കുന്നു, ഇവരെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ FIR-ൽ പറയുന്ന കുറ്റങ്ങൾക്കുള്ള തെളിവുകൾ നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം നൽകേണ്ടി വരും. നിങ്ങൾ FIR-ൽ പറയുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്ന, അത് ആധികാരികമായി ഉറപ്പിക്കുന്ന തെളിവുകൾ നിങ്ങൾ അടിയന്തരമായി ഹാജരാക്കണം, അനുബന്ധ തെളിവുകളും ഹാജരാക്കണം എന്നാണ് ഇന്ന് NIA അറിയിച്ചിട്ടുള്ളത്. അത് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ, സമ്മർദ്ദത്തിലാണ് NIA, സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾക്ക് NIA കോടതിയും ജാമ്യം നൽകും, അവർ പുറത്തിറങ്ങും. അപ്പോൾ ലൈഫ് മിഷൻ ഇടപാടിൽ CBI അന്വേഷണം ചില നേരുകൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇതിനകം കണ്ടെത്തിയ നേരുകളെ ദുർബലപ്പെടുത്താനുള്ള ചില സാധ്യതകളും സൂചനകളും സമാന്തരമായി നടക്കുന്നുണ്ടോ? ചില അട്ടിമറി സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ടോ? അതിന് കാരണമെന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയിൽ നിന്നും നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം. എനിക്ക് തോന്നുന്നത് വളരെ ഒരു നല്ല ആമുഖമായി തന്നെ താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനോട് വളരെ സന്തോഷിക്കുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ നമ്മൾ അങ്ങ് പറഞ്ഞിരുന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, NIA കോടതി തെളിവുകൾ ചോദിച്ചത് എന്ത് സാഹചര്യത്തിലാണ്? അത് നമുക്ക് ഗുണകരമാണോ? കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അത് കുറ്റവാളികൾക്ക് ഗുണകരമാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. 2, അതിന് ഉപോത്ബലകമായി താങ്കൾ പറഞ്ഞ ആദ്യം ഈ കസ്റ്റംസ് എടുത്ത കേസുകൾ എന്തുകൊണ്ട് എത്ര വീക്കാകുന്നു? അത് 10 അല്ലെങ്കിൽ 10+1 സ്വപ്ന സുരേഷിന് അടക്കം എങ്ങനെ ജാമ്യം കിട്ടുന്നു എന്നുള്ള കാര്യം. 3, ഇതിൻ്റെ ടോട്ടൽ കേസുകളുടെ പോക്ക്, അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യം. ഇതിൽ എനിക്ക് തോന്നുന്നത് NIA ഇന്ന് ഒരു കോടതിയിലുണ്ടായ ഒരു പ്രത്യേക ഒരു പരാമർശം,
ആ പരാമർശത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ആ പരാമർശം ഗുണകരമാണ് കേസിന് എന്ന് തോന്നുന്നു. കാരണം ഒരു അന്വേഷണത്തിൻ്റെ കുറേ ഘട്ടങ്ങളായി കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു പരോക്ഷമായ ഒരു കുറ്റപ്പെടുത്തൽ പൊതുജനത്തിൻ്റെ ഭാഗത്തിലുണ്ട്. മാധ്യമങ്ങൾ വളരെ ശക്തമായി ചോദിക്കുന്നുണ്ട്, CPM വളരെ ആധികാരികമായി ചോദിക്കുന്നുണ്ട്. കാരണം ഇത്ര മാസമായി എന്തുകൊണ്ട് പുതിയ തെളിവുകൾ വരുന്നില്ല, എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് NIA കോടതിയുടെ ഇത്തരത്തിലുള്ള പരാമർശം ഉർവശി ശാപം ഉപകാരമായി അത് കേന്ദ്ര സർക്കാരിനും ഒരുപക്ഷെ ഈ കേസ് കൃത്യമായി നടക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ IT ഉപദേഷ്ടാവും അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പ്രതിപട്ടികയിലോ സാക്ഷി മൊഴിയിലോ അല്ലെങ്കിൽ സംശയിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലോ ഇരിക്കുമ്പോൾ കൃത്യമായ ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ മൊഴിപ്പട്ടികയിലാണോ അവർ പ്രതികളാണോ എന്നുള്ള കാര്യം വരേണ്ടതുണ്ട്. പക്ഷേ അതേസമയം നാം വേറൊരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിനോട് NIA ചോദിച്ച പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ക്യാമറയുടെ കാര്യത്തിൽ, CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിൽ, അത് ക്ലിഫ് ഹൗസിലുടേതായാലും സെക്രട്ടേറിയറ്റും കാര്യത്തിൽ എത്രയേറെ വൈകിപ്പിച്ചു എന്നുള്ളതും, പിന്നെ അതേപോലെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെടുത്ത്, പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഓഫീസർ അവരെടുത്ത് എന്തുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവർ എത്ര രേഖകൾ നൽകി, ആ രേഖകൾ നൽകിയത് തൃപ്തികരമാണോ, ഇത്തരത്തിലുള്ള സംശയങ്ങളും NIAയുടെ ഭാഗത്തുനിന്നും CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര താല്പര്യമില്ല എന്നുകൂടി ഒരു വാദഗതി പുറത്തുണ്ട്. അത് സത്യമാണ് താനും. മൂന്നാമതായി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് NIA കോടതിയിൽ പറഞ്ഞത് ഏതാണ്ട് 2000 GB ഡാറ്റയാണ് ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും ഫോണിൽ നിന്നും എല്ലാം കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഗ് ചെയ്തെടുത്തിട്ടുള്ളത്. 2000 GB എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 10-15 സിനിമകൾ കൂടുതൽ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ഡാറ്റകൾ, അത് ഡിജിറ്റൽ ഡാറ്റ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ അതോറിറ്റി, അത് സത്യമാണോ, അത് എത്രത്തോളം ശക്തമായ ഡാറ്റയാണ്, അത് ട്രൂ ഡാറ്റയാണോ, ഒറിജിനൽ ഡാറ്റയാണോ, അല്ലെങ്കിൽ അതിന് കണക്റ്റഡ് ഡാറ്റയുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യാപകമായി ചിന്തിക്കേണ്ടതും ദീർഘമായി അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് പിടിക്കുന്നത് NIA കോടതി എന്നതും കൂടി നാം ആലോചിക്കണം. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട പ്രതികളിൽ നിന്ന്, ഈ കടത്തുകാരുടെ പ്രതികളിൽ നിന്ന്, അത് ഇത്തരത്തിൽ തെറ്റായ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുവാൻ, അതായത് ഇവിടുത്തെ സർക്കാരിനെയും ഒരുപക്ഷെ UAE കോൺസുലേറ്റിനെയും പറ്റിക്കുവാനുള്ള ഡോക്യുമെൻ്റ് അടക്കമുള്ള വിപുലമായ ഡാറ്റ അതിലുണ്ട് എന്നാണ് ഒരു പത്ര റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒറിജിനലാണോ എന്നറിയുവാൻ, ഇതിന് നിയമപരമായി UAE സർക്കാരിൻ്റെ നിയമപരമായ പിന്തുണയുണ്ടോ, അത് ഒറിജിനലാണോ എന്നൊക്കെ അറിയുവാൻ ഒരുപക്ഷെ വിദേശ ഗവൺമെൻറ്റുമായി പോലും നമുക്ക് കത്തിടപാടുകളും ബാക്കിയുള്ള മെയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ വേണ്ടിവരും. ഇതെല്ലാം കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലുള്ള NIA കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായേ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ അവ്യക്തതയുണ്ട്. അതിൽ ചില പരാമർശങ്ങളുടെ കാര്യത്തിൽ ആ ഭാഗത്തുനിന്ന് നോക്കിയാൽ എനിക്ക് ചില ഒരു പൂർണ്ണമായി തൃപ്തിയില്ല എന്നും എനിക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രത്യേകിച്ചത് നമുക്കറിയാമല്ലോ, NIA കോടതിയുടെ ആദ്യ മൊഴികൾ തന്നെ എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുമോ, ഈസ് ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദ UAPA എന്നാണ് NIA കോടതിയുടെ ആദ്യ പരാമർശങ്ങളിലൊന്ന്. അതായത് 2017 ഇതിൻ്റെ UAPAയുടെ ഒരു ചേഞ്ചസ് വന്നപ്പോൾ പാർലമെൻറ്റിൽ തന്നെ നടത്തിയ പ്രധാനപ്പെട്ട ഒരു പുതിയ വകുപ്പ് ചേർത്തപ്പോൾ ദ എക്കണോമിക് ഒഫൻസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ UAPA കേസസ്. രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്ന ഭീകരവാദത്തെയും ഈ UAPA കേസിൽ പെടുത്തണം. വെറും ഭീകരവാദം എന്ന് വെച്ചാൽ ആളുകളെ കൊല്ലുകയോ ചില സ്ഥലങ്ങൾ, ചില വസ്തുവകകൾ നശിപ്പിക്കുകയോ എന്ന് മാത്രമല്ല, ഭീകരവാദം, സാമ്പത്തിക ഭീകരവാദത്തിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തികളും UAPA കുറ്റത്തിൽ ചുമത്തണമെന്ന് വ്യക്തമായി എഴുതി നിർദ്ദേശിച്ചിട്ട് പോലും കോടതിക്ക് അതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കും ചില സംശയങ്ങളുണ്ട്. ആ സംശയാസ്പദം നിൽക്കട്ടെ. ഏതായാലും കോടതി
കോടതിയെ NIAക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇത്രയോളം 2000 ഡാറ്റയും വൈകി വന്ന ക്യാമറയുടെ കണക്കുകളും മറ്റ് പ്രോട്ടോകോൾ ഓഫീസറുകളുടെ നീണ്ട പുസ്തകങ്ങളും 2 വർഷം അവിടെ നടന്ന വരവ്, ആരൊക്കെയാണ് അവിടെ ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലും അതേപോലെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും വസതികളിലും ഓഫീസുകളിലും വന്നത് എന്നതടക്കമുള്ള ഒരു വലിയ ഡാറ്റ, അത് മുഴുവൻ ഒരുമിച്ച് പരിശോധിക്കുവാനും ആ കൂട്ടത്തിൽ തന്നെ NIAക്ക് കൂടുതൽ ഇപ്പോൾ പുതിയ കേസുകളും വന്നിരിക്കുന്നു. ISIS തീവ്രവാദികളും അൽഖ്വയ്ദ തീവ്രവാദികളും എല്ലാം കേരളത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ലോഡ് കൂടിയുണ്ട്. ഇതെല്ലാം കണ്ട് തന്നെ NIAക്ക് എത്തരത്തിൽ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ കഴിവും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമവും കൊണ്ട് NIAക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൊണ്ട് തന്നെ ഈ കേസിൽ ഗുണകരമായ ഒരു മാറ്റം ഈ NIA കോടതിയുടെ പരാമർശം കൊണ്ട് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞ കസ്റ്റംസിന്റെ കാര്യത്തിൽ എനിക്ക് ഇതിൽ നിന്നും വിഭിന്നമായ അഭിപ്രായമാണ്. ക്യാൻ ഐ കണ്ടിന്യൂ? ശിവശങ്കർ പറഞ്ഞോളൂ. കസ്റ്റംസിൻ്റെ കാര്യത്തിൽ എനിക്ക് മുൻപേ തന്നെ ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം ഈ കസ്റ്റംസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ ഞാൻ ഇതേ ചാനലിൽ തന്നെ പറഞ്ഞതാണ്, ഐ സ്മെൽ എ റാറ്റ് ഇൻ ദ ടീം എന്നാണ് പൊതുവെ ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ തന്നെ ഈ കേസ് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി എടുക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. ഇത് അറസ്റ്റ് പോലും NIA വന്നതിന് ശേഷമാണ് നടന്നത്. കസ്റ്റംസിൻ്റെ ഏറ്റവും വലിയ ഓഫീസുള്ള എറണാകുളത്ത് നിന്ന് നമ്മളെ എല്ലാം പറ്റിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് എന്നുള്ള ഈ പ്രതി ഇവിടെ ചില മാധ്യമങ്ങൾക്ക് ശബ്ദ സന്ദേശം നൽകുകയും ചില ഉദ്യോഗസ്ഥരെയും ചില വക്കീലന്മാരെയും കാണുകയും ചെയ്തു എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ കസ്റ്റംസും ഇവിടുത്തെ കേരളത്തിലെ പോലീസും എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് തികച്ചും ഇപ്പോഴും വളരെ വളരെ ഉയർന്നു നിൽക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തോട് കസ്റ്റംസ് എങ്ങനെ പ്രതികരിക്കരുതെന്ന് എനിക്കറിയില്ല. അതിന് ഉപോത്ബലകമായ തെളിവുകളാണ് കസ്റ്റംസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ചീഫ് മിനിസ്റ്റർക്ക് ഒരു പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു ഉത്തരം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യത്തിന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്. ഇതും സംസ്ഥാന സർക്കാരിനെ രക്ഷപ്പെടുത്താനുള്ള ഒന്നായിരുന്നു. കസ്റ്റംസിന്റെ നീക്കങ്ങളിൽ, കസ്റ്റംസിന്റെ പ്രവർത്തനങ്ങളിൽ താങ്കൾക്ക് സംശയമുണ്ട്? അങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ നിരീക്ഷിക്കേണ്ട ഒരു അവസ്ഥ കസ്റ്റംസ് വരുത്തി തീർത്തിട്ടുണ്ട് എന്നാണ് ശ്രീ PR ശിവശങ്കർ അവസാനമായി പറയുന്നത്. അഡ്വക്കേറ്റ് ബലദേവ്, ഇവിടെ മൂന്ന് ഘട്ടങ്ങളാണ്. ഒന്ന്, PR ശിവശങ്കർ ആമുഖമായി സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ NIA ആവശ്യപ്പെട്ട പല ഡാറ്റകളും നൽകുന്നതിൽ കാണിച്ച ഒരു വിമുഖത, ഒരു താല്പര്യമില്ലായ്മ, അത് ഒരു കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല NIAക്ക് അനുബന്ധമായി ഭീകരവാദവുമായി ബന്ധപ്പെട്ട, തീവ്രവാദവുമായി ബന്ധപ്പെട്ട മറ്റു ചില കേസുകളുടെ, വളരെ പ്രധാനപ്പെട്ട സ്വഭാവമുള്ള മറ്റു ചില കേസുകളുടെ അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഈ വർക്ക് ലോഡ് വല്ലാത്തൊരു പ്രഷർ NIAയുടെ മീതെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സത്യമാണ്. പക്ഷേ ഈ ഡാറ്റ പരിശോധനയ്ക്കെടുക്കുന്ന സമയം അതൊരു വലിയ കാലയളവാണ്. അക്കാര്യങ്ങൾ എന്തുകൊണ്ട് NIA കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ട് എന്ന സന്ദേഹം കൂടി PR ശിവശങ്കർ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞ പോയിന്റാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതായത് കസ്റ്റംസിൻ്റെ ഒരു നിലപാട്, ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് കസ്റ്റംസ് സ്വീകരിച്ച ഒരു നിലപാട് സംശയകരമല്ലേ? ചില പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം ചോദ്യം ചെയ്യുമ്പോൾ ആ വിശദാംശങ്ങൾ മാത്രം ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു കസ്റ്റംസ്. ഇപ്പോൾ കസ്റ്റംസ് ചുമത്തിയ കേസുകളിൽ മാത്രം എന്തുകൊണ്ട് സ്വപ്ന സുരേഷിന് ജാമ്യം കിട്ടുന്നു? 60 ദിവസം പിന്നിട്ടിരിക്കുന്നു, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. സ്വപ്ന സുരേഷിന് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കുകയാണ്. മാത്രമല്ല 17 പ്രതികൾ ആണ് ആകെയുള്ളത്. ഈ 17-ൽ 10 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി NIA കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ NIAക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി അവിടെയും സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിക്കും. അപ്പോൾ സ്വപ്ന സുരേഷിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനും സാധിക്കും. അപ്പോൾ ഈ കേസിലെ അന്വേഷണം ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ, ചില അട്ടിമറി സൂചനകൾ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം PR ശിവശങ്കർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള മറുപടി ആദ്യം. CBI കോടതിയിൽ നിന്ന് ഒരു റിമാൻഡ് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്തയിലേക്ക് ബഹുമാനപ്പെട്ട ശിവശങ്കരൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർക്ക് മാറിയിട്ടുണ്ട്. CBI കോടതിയുടെ ഫൈറ്റിങ്സ് ഒരു FIR സെക്രട്ടറി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ
ആ തെറ്റുകൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. അങ്ങനെ ഈ എവിഡൻസ് ഹാജരാക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഏത് കോടതിയും ആ പ്രതിക്ക് ഏത് സ്റ്റേജിലും ഏത് കേസായിരുന്നാലും ജാമ്യം. ഇവിടെ UAPA അന്വേഷണം ആ വകുപ്പുകൾ എടുത്ത് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശിവശങ്കർ ചേട്ടൻ പറഞ്ഞ പോലെ രാജ്യദ്രോഹ കുറ്റം, സാമ്പത്തികമായ അട്ടിമറിയും രാജ്യദ്രോഹ കുറ്റത്തിൽ വരാം. അപ്പോൾ ഈ വ്യവസായി ഇവിടെ സ്വർണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സ്വർണ്ണം എല്ലാം പിടിക്കുന്നതെല്ലാം ആ രീതിയിലേക്ക് പോകണം, അങ്ങനെ പറയുന്നു. അതുപോലെ അപ്പോൾ ഈ ഇന്നുവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തത്തക്ക രീതിയിലുള്ള സെക്ഷനുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ ഇട്ട് കൊടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് NIAക്ക് 4 വരെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് NIA കോടതിയിൽ ഇതിന്റെ കമന്റ് വരികയും പലരെയും തിരിച്ചു ചിന്തിപ്പിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്നത് ക്ലൈമാക്സിൽ നമ്മൾ പെട്ടെന്ന് ആന്റി ക്ലൈമാക്സിലേക്ക് വരും. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റി ക്ലൈമാക്സിലേക്ക് വരും. 17 പ്രതികളെ എടുത്തിട്ട് സ്വപ്ന അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബില്ലാണ്. 60 ദിവസം വരെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായി ജയില് കൊടുക്കാവുന്ന സ്റ്റാറ്റ്യൂ അത് CRPC പോയിട്ടാണ്. അതനുസരിച്ചാണ് ജാമ്യം കൊടുത്തത്. പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് UAPA നിലനിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ശിവശങ്കർ ചേട്ടൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കേരള ഗവൺമെന്റുമായി ചേർന്ന് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും സത്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം കസ്റ്റംസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമില്ല എന്ന് പറയും. കസ്റ്റംസ് ആക്ടിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഞാൻ ചോദിച്ചിട്ട് പ്രധാനപ്പെട്ട 2 കസ്റ്റംസ് ഓഫീസർമാർ നിങ്ങൾ മാറ്റി. പിന്നെ ഇപ്പോൾ ശിവശങ്കർ ചേട്ടൻ പറഞ്ഞ വേറെ ആരോപണം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ആ തീ കത്തിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പ്രോട്ടോകോൾ ഓഫീസിൽ നിന്നും ചില രേഖകൾ തട്ടിപ്പോയി, പ്രധാനപ്പെട്ട രേഖകളൊന്നും പോയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കൊടുത്തു. അത് മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങൾ വന്നതിന് തൊട്ട് പിറ്റേന്ന് ആഗസ്റ്റ് മാസം 27, 2020 ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, ഇത് ദേശാഭിമാനിയൊന്നുമില്ല, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനകത്ത് വന്നത് പ്രോബ് ഏജൻസീസ് ആർ കളക്ടഡ് ആൾ ഡീറ്റെയിൽസ് ഫ്രം പ്രോട്ടോകോൾ ഓഫീസർ. ഇത് അന്വേഷണ ഏജൻസി കൊടുത്താണ്. ആ പ്രോട്ടോകോൾ ഓഫീസിൽ നിന്ന് തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് ഇംഗ്ലീഷ് പത്രം പരിശോധിക്കാവുന്നതാണ്. ആഗസ്റ്റ് മാസം 27, 2020 മൊത്തം ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്തു. അപ്പോൾ എന്ത് CCTV ദൃശ്യമാണ് കൊടുക്കാനുള്ളത്? ഒന്ന് എന്റെ ചോദ്യം അതാണ്. 2, പിന്നീട് NIAക്ക് രേഖകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് എന്ത് രേഖയാണ് ശിവശങ്കർ ചേട്ടാ ഞങ്ങൾ NIAക്ക് കൊടുക്കുന്നത്? എയർപോർട്ടിൽ ദുബൈയിൽ നിന്നും മറ്റേത് രാജ്യമായിട്ടുണ്ട്, വിദേശ രാജ്യത്തിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന ഡിപ്ലോമാറ്റിക് ബാഗാണ് അല്ലെന്ന് നിങ്ങളുടെ മുന്നിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അവിടെ നിൽക്കട്ടെ. വിദേശത്തു നിന്നും 1 കിലോ കണക്കിന് സ്വർണ്ണം ഡിപ്ലോമാറ്റിക് ബാഗ് വല്ലാത്തർക്കാണ് ഉള്ളത്. ആ ഡിപ്ലോമാറ്റിക് ബാഗ് വന്ന സ്വർണം അവിടെ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അത് പല വ്യക്തികളുടെ കയ്യിലായിട്ട് പോകുന്നു. അത് കസ്റ്റംസ് കേസ് എടുക്കുന്നു. പിന്നെ NIA അന്വേഷിക്കുന്നു. ഇതിന് എന്ത് രേഖയാണ് സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുള്ളത്? വിദേശത്തുനിന്ന് സ്വർണം കൊണ്ട് അല്ല, നമുക്ക് അഡ്വക്കേറ്റ് ബലദേവ് അങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് മാത്രമായിട്ട് നമുക്ക് ഇതിനെ ചുരുക്കാനാകുമോ? അതുകൊണ്ടാണ് PR ശിവശങ്കർ ഈ ഭീകരവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UAPA ചുമത്താവുന്ന കുറ്റം എന്ന് പറയുന്നത് ഇവിടെ വെടിവെപ്പും കൊലപാതകവും മാത്രമല്ല, സാമ്പത്തിക ഭീകരവാദം നടന്നിട്ടുണ്ടോ, ഇതിന് പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ടോ, ആ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ? അതുകൊണ്ടാണല്ലോ ശിവശങ്കർ ചോദ്യം ചെയ്യലിനായി പകലും രാത്രിയും എല്ലാം ചിലവിട്ടത്. നീണ്ട മണിക്കൂറുകൾ, പകലുകൾ, രാത്രികൾ എല്ലാം ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനായി ഇരുന്നു കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ, അതല്ല സ്വർണം കടത്തിക്കൊണ്ടുവന്നു അത് പിടിക്കുന്നു, അവിടെ എന്തിനാണ് സർക്കാരിൻ്റെ ഒരു രേഖ എന്ന് താങ്കൾ ചോദിക്കുമ്പോൾ ഇതിന് പിറകിൽ ഒരു കോൺസ്പിറൻസി നടന്നിട്ടുണ്ടോ? അതിൽ സർക്കാരിലെ ഏറ്റവും ഉന്നതനായ IAS ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? അവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ സർക്കാരിൽ നിന്നും ചില രേഖകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് NIA അതെല്ലാം ആവശ്യപ്പെടുന്നത്. സർക്കാരിൽ നിന്ന് എന്തിനാ ശിവശങ്കരൻ ഓഫീസ് കഴിഞ്ഞ് പുറത്തു പോയി അദ്ദേഹം മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതായത് സർക്കാർ രേഖയുണ്ടോ? അല്ല, അന്വേഷണം സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ സഹകരണത്തോടു കൂടി മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ. സർക്കാരാണല്ലോ NIA വിളിച്ചു, പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയാണല്ലോ കത്ത് കൊടുത്ത് NIA വിളിച്ചു വരുത്തിയത്. ശിവശങ്കരൻ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ചാൽ അതിനെങ്ങനെയാ കേരള സർക്കാർ രേഖ ഉണ്ടാകുന്നത്? ശിവശങ്കരൻ പുറത്തുപോയി ഏതെല്ലാം വ്യക്തികളുമായിട്ട് എന്തെല്ലാം രീതിയിൽ ആരെല്ലാം ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു? അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഞാനത് ചോദിച്ചോട്ടെ ഞാനത് ചോദിച്ചോട്ടെ, ഒരു കോൺസ്പിറസി ശിവശങ്കരൻ ഉദ്യോഗസ്ഥരെ പുറത്തുപോയി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിൽ എങ്ങനെ രേഖകളുണ്ടാകും? ഗവൺമെന്റ് ഭാഗത്ത് എങ്ങനെ രേഖകളുണ്ടാകും?
അത് കോൺഫറൻസ് അവർ പുറത്തുപോയി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് താങ്കൾ പറഞ്ഞു വരുന്ന സംസ്ഥാന സർക്കാർ ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണം ദുർബലമാക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ അറിവോടെയല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചോദ്യം ചെയ്തു, കസ്റ്റംസ് ചോദ്യം ചെയ്തു, മറ്റേ കസ്റ്റംസ് എല്ലാവരും എന്നെ ചോദ്യം ചെയ്തു. ശിവശങ്കറിനെ എത്രയോ പ്രാവശ്യം ചോദ്യം ചെയ്തു. ശിവശങ്കറുമായിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ചു. ശിവശങ്കറിന്റെ വോയിസ് റെക്കോർഡുകൾ പരിശോധിച്ചു, ടെലിഫോണുകൾ പരിശോധിച്ചു, ലാപ്ടോപ്പുകൾ പരിശോധിച്ചു. ആ രേഖകൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയതൊന്നും അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് രേഖകൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാമല്ലോ. അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും യാതൊരു ബന്ധവുമില്ല എന്ന് വന്നപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം. എനിക്കത് തമാശയാണ് തോന്നുന്നത്. കേരള ഗവൺമെന്റ് കസ്റ്റംസിനെ സ്വാധീനിച്ച് അട്ടിമറി നടത്താൻ പോകുന്ന അന്വേഷണം. കസ്റ്റംസിനെ സ്വാധീനിക്കാം, NIA ഞങ്ങൾ സ്വാധീനിച്ചോ? NIA ഞങ്ങൾ സ്വാധീനിക്കുന്നില്ലല്ലോ. ഇവിടെ പറഞ്ഞെന്താ ശിവശങ്കർ ചേട്ടൻ പറഞ്ഞു വെച്ചത്, കസ്റ്റംസിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കസ്റ്റംസ് ആരുടെയാണ്? കേരള ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് ഈ കസ്റ്റംസ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന കസ്റ്റംസിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരിക്കുന്ന BJPയുടെ ഒരു നേതാവിന് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ആരിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത്? നിങ്ങൾ ചിന്തിക്കണ്ടേ? ഈ അന്വേഷണം ആരിലേക്ക് പോകുന്നു? ഈ അന്വേഷണത്തിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന് ആർക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമില്ല എന്ന് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഈ ഗവൺമെന്റ് കസ്റ്റംസിൽ കൊണ്ടുവന്ന് കസ്റ്റംസുമായിട്ട് ചേർന്ന് അന്വേഷണം അട്ടിമറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്ത് ലജ്ജാവഹമായ ഒരു കാര്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ കീഴിലുള്ള കസ്റ്റംസിനെ അതിനേക്കാൾ വലിയ ഏറ്റവും ശക്തമായ അന്വേഷണം NIA, ആ NIA ഞങ്ങൾ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചത് മനസ്സിലാക്കി? അതിലൊരു ലോജിക് ഇല്ലായ്മയുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ബലദേവ് സമർത്ഥിക്കുന്നത്. അതല്ലേ ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ PR ശിവശങ്കർ മുന്നോട്ട് വെച്ച 2 ആരോപണങ്ങളെയും താങ്കൾ നിഷേധിക്കുകയാണ്. ശിവശങ്കർ പെട്ടെന്ന്. ഞാൻ അനിൽ ബോസിനാണ് ഊഴെന്ന് എനിക്കറിയാം. ഞാൻ അനിൽ ബോസിന് അടുത്ത സമയം ഞാൻ നൽകാം എന്ന് ഞാൻ വാക്ക് തരുന്നു, എൻ്റെ സമയം. കാരണം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. ഞാൻ കസ്റ്റംസിനെ അവിശ്വസിച്ചു എന്നാണല്ലോ അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞത്. ശരി, ഞാൻ അവിശ്വസിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് അതിനെ താങ്കൾ പറയുന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസിനെ ഞാൻ അവിശ്വസിക്കുന്നു അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റംസിന് വിശ്വാസമാണല്ലോ, ആയിരിക്കണമല്ലോ. ഇതുവരെ നിങ്ങൾ കസ്റ്റംസ് മോശമായിട്ട് രീതിയിലാണ് അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കസ്റ്റംസിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കസ്റ്റംസിൻ്റെ അന്വേഷണം സമ്പൂർണ്ണമായും ശരിയാണ്. അതുകൊണ്ട് സ്വപ്നയെ വെറുതെ വിടുന്നു. നിങ്ങളിനി CPMന്റെ AKG സെന്ററിൽ നിന്ന് സ്വപ്നയെ പുറത്തു വിടുന്ന ദിവസം പ്രകടനം നടത്തിയിട്ടില്ല എന്നൊരൊറ്റ തെറ്റേ ഉള്ളൂ. അതുകൂടി നിങ്ങൾ ചെയ്യും. കാരണം സ്വപ്നയെ പുറത്തിറക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. സ്വപ്ന കുറ്റകൃത്യം ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആവശ്യമാണ്. അതിന് ഉപോത്ബലകമായ ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കേസ് ആൻറ്റി ക്ലൈമാക്സ് ആകും. നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. കാരണം നിങ്ങൾക്ക് ഇത് ആൻറ്റി ക്ലൈമാക്സ് ആകണം. ആൻറ്റി ക്ലൈമാക്സ് എന്താ? ഇവരെല്ലാം പിടിച്ചപ്പോൾ തെളിവില്ലാണ്ട് വിടണം. അതിൽ നിങ്ങൾക്ക് നിഗൂഢമായ സന്തോഷമുണ്ട്. നിങ്ങൾ അറിയാണ്ട് മനസ്സിൽ വെച്ച സത്യം പുറത്തേക്ക് വന്നതാണ്. സ്വപ്നയെ വെറുതെ വിടുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ അദ്ദേഹം സമയം തന്നാൽ നൽകാം. 2, എനിക്ക് അതിനേക്കാൾ വിചിത്രമായി തോന്നിയത് പ്രോട്ടോകോൾ ഓഫീസർ എല്ലാം തന്നു എന്ന് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിശ്വാസമായി. ഈ തന്നതെല്ലാം ഒറിജിനലാണോ, ഇത് മുഴുവനാണോ എന്നെല്ലാം അന്വേഷിക്കണ്ടേ? അങ്ങനെയാണോ വക്കീലായ അദ്ദേഹത്തിന് അറിയാമല്ലോ, സംസ്ഥാനത്തെ ഭരണകൂടത്തിലെ പോലീസുകാർക്ക് നമ്മളൊരു മൊഴി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ കൊടുത്താൽ അവരങ്ങോട്ട് കണ്ണു ഉടച്ച് വിശ്വസിക്കും, ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു വീടും അവർ സെർച്ച് ചെയ്യില്ല. എന്താ വക്കീലെ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ ഈ ഒരു ഉട്ടോപ്യൻ രാജ്യങ്ങളിൽ നടക്കും. ബുദ്ധിയും ബോധവുമുള്ള ഒരു പോലീസുകാരനോ ഒരു വക്കീലോ അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് താങ്കൾ നല്ല വക്കീലാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ താങ്കൾ ഈ പറയുന്ന വാദമുഖം അംഗീകരിക്കുവാൻ ഇവിടെ ആരും തയ്യാറല്ല. അത് ആനന്ദബോസും വിശ്വസിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു രേഖകളും ഒരു ഡാറ്റകളും നൽകാൻ വിസമ്മതം രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൃത്യമായ സമയത്തിന് NIAക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ബലദേവ് പറയുന്നു. ഒപ്പം കസ്റ്റംസിൽ അവിശ്വാസം രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടിയാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. കസ്റ്റംസിൽ അവിശ്വാസം രേഖപ്പെടുത്തേണ്ടതുണ്ടോ? കസ്റ്റംസിനെ സ്വാധീനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അങ്ങേയറ്റം ദുർബലമാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ആരോപണത്തിൻ്റെ പ്രസക്തി എന്താണ്? ആ ചോദ്യങ്ങളുടെ മറുപടിയിലേക്ക് നമുക്ക് വരാം. ഒപ്പം അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്കും തിരിച്ചെത്താം.
ചർച്ചയുടെ തുടക്കത്തിൽ ഇവിടെ അഡ്വക്കേറ്റ് പി ആർ ശിവശങ്കർ സൂചിപ്പിച്ചതുപോലെ കസ്റ്റംസിൽ അവിശ്വാസം രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസ് ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇവിടെ ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസിൻ്റെ ഒരു രീതി കഴിഞ്ഞ നാളുകളിൽ നാം അടുത്ത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ബോധ്യപ്പെട്ടതാണ്. ചിലരെ മാത്രം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. അവർ എപ്പോൾ കസ്റ്റംസിൻ്റെ ഓഫീസിൽ എത്തിച്ചേരും? അവരോട് ചോദ്യങ്ങൾ ചോദിച്ചത് ആരൊക്കെയാണ്? എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? അവർ എന്ത് മറുപടി നൽകി എന്ന കാര്യങ്ങളടക്കം കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചിലർ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ മാത്രം. ഇപ്പോൾ 60 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ള 17 പ്രതികളിൽ 10 പേർക്കും ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് ബലദേവിനെ പോലെ താങ്കളും അഭിഭാഷകനാണ്. ഈ കേസിൻ്റെ ഒരു തുടർന്നുള്ള ഗതി എന്താകും എന്നാണ് വിലയിരുത്തുന്നത്? പി ആർ ശിവശങ്കർ സംശയിക്കുന്നത് പോലെ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? സ്വതന്ത്രമായി നാം എല്ലാം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുമോ നാളെ സ്വപ്ന സുരേഷും? സുധീഷ്, ജാമ്യം കിട്ടിയത് വളരെ ആക്ഷേപകരമായി പറയേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ഘട്ടം എത്തിയത് കൊണ്ട് തന്നെയാണ് ജാമ്യം. കാരണം 60 ദിവസം ഇപ്പോൾ വന്നിരിക്കുന്നത് നിയമപരമായി അതിനപ്പുറം തലങ്കിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അത് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ ശരിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ് വന്നിട്ടുള്ളത്. അതൊരു നീതിപീഠത്തിന്റെ അന്വേഷണ ഏജൻസിയുടെ പോരായ്മയായി ഞാൻ കാണുന്നില്ല. പക്ഷേ വളരെ ആശങ്ക ഉളവാക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫലം മാറ്റം, അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, മാത്രമല്ല നിങ്ങൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ അവിടെ ചോദ്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഏജൻസി വളരെ വിശ്വാസ്യതയോടുകൂടിയാണ് പൊതുസമൂഹം കാണുന്നത്. അപ്പൊ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിന് വിധേയമാകുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ വ്യക്തി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ പുറത്തേക്ക് പോകുന്നു എന്നതൊക്കെ ഒരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിശ്വസ്തത നിലനിർത്തുന്നതിന് വലിയ തടസ്സമാണ്. ഒരുപാട് ആശങ്കകൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കുണ്ട്. അനവസരത്തിലെ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ചും ഓരോ നിമിഷവും ബുള്ളറ്റിൻ പോലെ വരുന്ന വാർത്തകളെ സംബന്ധിച്ചും ഊതിപ്പെരിപ്പിച്ച കഥകളെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ആശങ്കകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും എന്റെ ബഹുമാന്യ സുഹൃത്താണ്, രാഷ്ട്രീയമായി 2 തട്ടിലാണെങ്കിലും ശ്രീ ശിവശങ്കരൻ. പക്ഷേ അദ്ദേഹം BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ വളരെ സുപ്രധാനമായി ആ ഘടകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയുടെ വക്താവായി പങ്കെടുക്കുന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലൊരാൾ എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിനൊരു സംശയമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയ അത്ഭുതമുളവാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം സത്യം പറയുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്താനുള്ള ഒരു ഇടപെടലിന് ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടി ഘടകത്തിന്റെ പ്രതിനിധിയല്ലേ ഈ ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത്? വളരെ ഗൗരവമാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ഇപ്പൊ ഞാൻ ആശങ്ക വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് അല്ല അനിൽ ബോസ്, അങ്ങനെ ഒരു സംശയം താങ്കൾക്കോ കോൺഗ്രസ് പാർട്ടിക്കോ തോന്നുന്നുണ്ടോ? അതോ തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് എന്തായാലും പി ആർ ശിവശങ്കറിനോട് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് തിരുത്താനാകില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ട ഒന്നല്ല അത്. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം, അങ്ങനെ ഒരു സംശയം അഡ്വക്കേറ്റ് അനിൽ ബോസിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഉണ്ടോ? അല്ല, ഇതിന്റെ അകത്ത് പല ഘട്ടങ്ങളിലും അത് കസ്റ്റംസിന്റെ പ്രവർത്തനത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും പല ആശങ്കകളുമുണ്ട്. പക്ഷെ അത് അന്വേഷണം നടക്കുകയല്ലേ. അതിനു മുമ്പ് ഞങ്ങളുടെയൊക്കെ ആശങ്ക പലപ്പോഴും CPM-മായി BJP നടത്തുന്ന രാഷ്ട്രീയ ധാരണ കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പൂർണമായി BJPയുടെ ആധിപത്യത്തിൽ, നിങ്ങളുടെ മുദ്രാവാക്യമുണ്ടല്ലോ, ശിവശങ്കറിന്റെ പാർട്ടിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പൊ അവിടെ ഒരു CPM-കാരൻ കേരളത്തിൽ എന്തായാലും BJPക്ക് ഗവൺമെന്റ് ഉണ്ടാകുകയില്ല എന്നുള്ളത് BJPക്കാർക്കും അറിയാം. ഇപ്പൊ പോകുന്ന പോക്ക് പോയാൽ ഒരാളും ഇല്ല.
എന്തെങ്കിലും സാധ്യത മുന്നോട്ട് വരാണ്ടെങ്കിൽ ഈ അതുപോലെ പ്രക്ഷോഭങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ടാണെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ ഒരു മുന്നേറ്റ നിരയിൽ എല്ലാം ബി ജെ പിയുടെ പോഷക സംഘടനകളുമായിരുന്നു. അതിൽ കോൺഗ്രസ് ഒക്കെ പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം വേണമെങ്കിൽ ബി ജെ പിക്ക് ഉന്നയിക്കാം, കോൺഗ്രസ് CPM ഒത്തുതീർപ്പാണ് എന്ന് അങ്ങനെയും പറയാം. പറയുന്നതിൽ ഒരു ലോജിക്ക് വേണ്ടേ സുബീഷ്? നമ്മളൊക്കെ അല്ല, അപ്പോൾ അനിൽ ബോസ് പറയുന്നതിലും ഒരു ലോജിക്ക് വേണം. അനിൽ ബോസ് ഇങ്ങോട്ട് പറയുന്നതിലും ഒരു ലോജിക്ക് വേണം. ഞാൻ പറയുന്നതിന് കൃത്യമായ ലോജിക്കുണ്ട്. എന്താണ് ആ ലോജിക്ക് എന്ന് പറയുന്നത്? ശരി, തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് CPM BJP കൂട്ടുകെട്ട് ഇതിലൊരു ഒത്തുതീർപ്പുണ്ട്, സ്വർണ്ണക്കടത്തിലാകട്ടെ ലൈഫ് മിഷനിലാകട്ടെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അനിൽ ബോസ് കണ്ടെത്തുന്ന ആ ലോജിക്ക് എന്താണ്? ഞാൻ പറഞ്ഞത് അതല്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിനാ സുബീഷ് അസ്വസ്ഥനാണ്? അല്ല, പറഞ്ഞതിലെ വ്യാഖ്യാനം അതാണ്, പറഞ്ഞതിന്റെ സാരാംശം അതാണ്. എന്തോ ആവട്ടെ, ആ ലോജിക്ക് പറഞ്ഞു. അതിന്റെ സാരാംശം അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഞാൻ അങ്ങനെ ബാലിശമായി ചർച്ചയിൽ വന്നിരുന്ന് തർക്കിച്ചു പോകുന്ന ഒരാളല്ല. ശരി, എന്തായാലും ആ ലോജിക്ക് പറഞ്ഞോളൂ. BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതിനുവേണ്ടിയാണ് കർണാടകയിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചത്. അതിനുവേണ്ടിയാണ് മധ്യപ്രദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചത്. അതിനുവേണ്ടിയാണ് മേഘാലയയിൽ 2 അംഗങ്ങൾ അവിടുത്തെ പീപ്പിൾസ് പാർട്ടിക്ക് പിന്തുണ കൊടുത്തത്. 1ാം കക്ഷിയായിട്ടും ഗോവയിലും മണിപ്പൂരിലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ കുതിരക്കച്ചവടം നടത്തിയത്. അപ്പൊ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ടാകരുത് എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. പറയുന്നതിൽ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായി ശ്രദ്ധിക്കൂ സുബീഷ്. സ്വാഭാവികമായും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലിരിക്കുന്നത്, കോൺഗ്രസ് അല്ല. അപ്പം കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ ഏറ്റവും അടുത്ത സാധ്യതയുള്ള ഒരു സംസ്ഥാനം, കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആ ഗവൺമെന്റിനെ മാറ്റി നിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിക്കുക BJPയുടെ ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞാൻ ഉത്തരവാദിത്തപൂർവ്വമാണ് സുബീഷെ പറയുന്നത്. വളരെ കൃത്യമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിൽ താഴെ ഇടതുപക്ഷം തോക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ പരസ്പര ധാരണ ഉണ്ടാക്കാനുള്ള ഉന്നതതല ആലോചനകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ആളുകളുടെ പേരും ഉത്തരവാദികളുടെ പേരും ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല ഇപ്പോൾ. അങ്ങനെ ഒരു വാദഗതിക്കും തർക്കത്തിനും ഞാനില്ല. ഞാൻ എന്റെ കൃത്യമായ നിരീക്ഷണമായി മാത്രം നിങ്ങൾ ശരി, ആ നിരീക്ഷണത്തോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്ന അഡ്വക്കേറ്റ് അനിൽ ബോസ്, ആ നിരീക്ഷണത്തോടൊപ്പം അങ്ങനെ പറയാനുള്ള അതിലെ ലോജിക്ക് എന്താണ്? ഒപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിനെ ഏത് രീതിയിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ? താങ്കൾ പറഞ്ഞ ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ സ്വർണ്ണക്കടത്ത് കേസിനെ ഏത് രീതിയിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു? അതുകൂടി ഒന്ന് വിശദീകരിക്കും. അല്ല, ഇതിന്റെ അകത്ത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളുണ്ട്. ഒരു കേസല്ല. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു, എത്ര തീവ്രമായ പോരാട്ടമാണ് നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ സമരമുഖത്ത് ഞങ്ങൾ മുന്നിലില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ആളുകൾ അക്രമത്തിൽ മുന്നിലില്ല എന്നാണ്. സമരത്തിൽ മുന്നിലില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. സമരത്തിലും പ്രതിഷേധത്തിലും ഒരു പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലിലും കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നിലാണ് സുബീഷ്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വളരെ പ്രൊഫഷണലായി, വളരെ പ്രാക്ടിക്കലായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഞങ്ങൾ വണ്ടിക്ക് കല്ലെറിയുന്നില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ 2-3 പേരെ വെച്ച് കാര്യം സാധിക്കാൻ പോകുന്ന പോലെ പോയിട്ട് അതിന് ശേഷം ഒക്കടേന്ന് ഒരു കൊടിയെടുത്ത് പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നില്ല. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ കൃത്യമായ ക്രിയാത്മകമായ ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എല്ലാ വിഷയത്തിലുമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ എസ്റ്റാലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളടക്കം, വെബ്ക്യൂ ആപ്പ് അടക്കം, സ്പ്രിംഗ്ലർ അടക്കം, ഇപ്പോൾ അവസാനം വന്ന് ലൈഫിലല്ല അഴിമതി ആരോപണം തുടങ്ങിയത്, കള്ളക്കടത്തിലാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വ്യവഹാരങ്ങളിൽ കേന്ദ്ര സർക്കാർ 6 വർഷമായി BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. 6 വർഷം പിന്നിടുകയാണ് BJPയുടെ ഭരണം. CBI അന്വേഷിക്കുന്ന കേസാണ്. അവിടെയൊക്കെ 374 കോടി രൂപയുടെ ക്രമക്കേടുണ്ട് എന്ന് BJPയും കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷം ഒന്നാകെ രാഷ്ട്രീയത്തിന് അതീതമായി പറഞ്ഞ വിഷയത്തിൽ പോലും കൃത്യമായ രേഖകൾ സഹിതം ഉണ്ടായിട്ടും ഇതുവരെ അതിലൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ പരിശോധനയ്ക്കായി നിൽക്കുകയാണ്. പേരിനുള്ള നടപടിക്രമങ്ങൾ അത് പ്രഹസനമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതൊക്കെയാണ് അതിന് കാരണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ അതിന് വ്യക്തത പോരാ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഒരു CBIയുടെ എൻക്വയറി പോസ്റ്റ് ചെയ്യുന്നു. CBIയുടെ എൻക്വയറി പോസ്റ്റ് ചെയ്യുന്നതോടനുബന്ധിച്ച് വാർത്ത പുറത്തു വരുന്നു.
ആ വാർത്ത പുറത്തു വന്ന അതേ സമയം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ അതിനു മുമ്പുള്ള 54 ദിവസക്കാലം പ്രതികരിക്കാതിരുന്ന കേരളത്തിലെ ഗവൺമെന്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് പ്രതികരിക്കുകയാണ്. അവർ വിജിലൻസ് എൻക്വയറി പോസ്റ്റ് ചെയ്യാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രേഖാമൂലം തെളിവുകൾ സഹിതം ആക്ഷേപം ഉന്നയിച്ച് കത്ത് കൊടുത്തിട്ട് മറുപടി കൊടുക്കാത്തവർ, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ട് കാത്തിരുന്ന MLAക്ക് പോലും കൊടുക്കുന്ന മറുപടിക്ക് താമസം വരുത്തിയവർ, അന്വേഷണം നടത്തണം എന്ന ആവശ്യത്തിലേക്ക് വന്നപ്പോൾ മറുപടിയില്ല, അന്വേഷണമില്ല എന്ന് പറഞ്ഞവർ, ഏറ്റവും അവസാനം CBI വരുന്നു എന്നതിന്റെ സംഘനാഥം മുഴങ്ങിയപ്പോ ആ സെക്കൻഡിൽ വിജിലൻസ് എൻക്വയറി പോസ്റ്റ് ചെയ്തു. നിമിഷങ്ങൾക്കകം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ പോയി ഈ ഫയലുകൾ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി. എന്ത് നടപടിയാ CBI സ്വീകരിച്ചത്? CBI അവിടെ ആക്ട് ചെയ്യണ്ടേ? നമ്മളല്ല അത് ഡയറക്റ്റ് ചെയ്യേണ്ടത്, CBI ഇടപെടണ്ടേ? കാരണം ലൈഫ് കമ്മീഷന്റെ ചെയർമാൻ അൺനോൺ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ആരാ? ലൈഫ് മിഷന്റെ സെക്രട്ടറിയും ലൈഫ് മിഷന്റെ ചെയർമാനും അടക്കമുള്ളവർ ചോദ്യം ചെയ്തതിന് വിധേയമാകേണ്ട ഒരു വിഷയത്തിൽ അതിന്റെ രേഖകൾ CBI എൻക്വയറി വരുന്നു എന്ന് കണ്ടപ്പോൾ എടുത്തുകൊണ്ടുപോയാൽ അവിടെ ഇടപെടാൻ കാലതാമസം എന്തിന്? ആ കാലതാമസം വലിയ സംശയങ്ങൾക്ക് ഇടം നൽകുന്നതാണ്. അതാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഞാൻ അനിൽ ബോസിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പറഞ്ഞതിൽ എനിക്ക് അഡ്വക്കേറ്റ് ബലദേവിന്റെ ഒരു മറുപടി ആവശ്യമാണ്. എന്തുകൊണ്ടാണ് CBI അന്വേഷണം വരുന്നു എന്നറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അങ്ങനെ ഒരു മൂവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അപ്പോൾ സർക്കാർ ആരെയോ ഭയക്കുന്നുണ്ട്. ഈ കാലതാമസമാണ് നേരത്തെ PR ശിവശങ്കറും പറഞ്ഞത്. അഡ്വക്കേറ്റ് ബലദേവ്. ബഹുമാനപ്പെട്ട അനിൽ ബോസ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇടതുപക്ഷ അല്ലെങ്കിൽ CPM-ഉം BJP-യുമായിട്ട് അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP പലയിടത്തും കോൺഗ്രസ് ഗവൺമെന്റുകളെ അട്ടിമറിച്ചിട്ടുണ്ട്. ഇപ്പൊ കർണാടക, മധ്യപ്രദേശ്, ഗോവ, മണിപ്പൂർ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എങ്ങനെ BJP കോൺഗ്രസ് ഗവൺമെന്റ് അട്ടിമറിച്ചു? കോൺഗ്രസിന്റെ MLA-മാര് കേരളത്തിലില്ലായിരുന്നു. കോൺഗ്രസിന്റെ MLA-മാര് BJP വെച്ച് നിൽക്കുന്ന കോടിക്കണക്കിന് രൂപ മറ്റ് സാധനങ്ങളും മന്ത്രിസ്ഥാനങ്ങളും ഒരു സ്റ്റേറ്റിൽ 52 MLA-മാരാണ് BJP-യിലേക്ക്. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളം വിളിച്ച് വടക്കൻകരയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും, കേരളത്തിന്റെ തെക്കേന്ത്യയിൽ തന്നെ കർണാടക പോലെ BJP വെച്ച് നീട്ടുന്ന അപ്പകഷ്ണങ്ങൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ BJP-ക്ക് വേണമെങ്കിൽ CPM-ലെയും CPI-യിലേക്ക് കേരളത്തിൽ ഒരു 10-15 MLA-മാരെ വിലക്കെടുത്ത് ഇവിടെ വേണമെങ്കിൽ അത് ചെയ്തൂടെ? അത്യാവശ്യം ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. മുൻ ധനകാര്യമന്ത്രിയായിരുന്ന V. വിശ്വനാഥനെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ CPM MLA ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനത്തെ കൊണ്ടുപോയി മന്ത്രിയാക്കിയിട്ടുണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ടുണ്ട്. സൗഹൃദമായിട്ട് വോട്ടേഴ്സ് തർക്കത്തിലല്ല. ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാര് കോൺഗ്രസിന്റെ ND തിവാരി, ഇന്ദിരാഗാന്ധിയെക്കാളൊക്കെ വലിയ നേതാവ് ND തിവാരി, ഞാൻ പറയേണ്ട കാര്യത്തിൽ ആ കുടുംബം ഉൾപ്പെടെയുള്ളവരെല്ലാം 50 MLA-മാര് 10, 15, 20 MLA-മാരൊക്കെ കിടയോടങ്ങ് പോവുകയാണ്. ഇത് ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയും ഉണ്ടാകും. ഏത് പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് കോൺഗ്രസ് നിന്ന് BJP വരാം, BJP-യിൽ നിന്ന് CPM-ൽ പോകാം, CPM-ൽ തിരിച്ച് BJP-ൽ, അങ്ങനെ കേരളത്തിൽ നടക്കുന്നു. പക്ഷേ കിടയോട് MLA-മാര് 10, 15, 20 MLA ഇപ്പൊ തന്നെ കേന്ദ്രത്തിലിരിക്കുന്ന BJP MP-മാരെ പരിശോധിച്ചാൽ പകുതി കൂടുതൽ ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് നിന്ന് പോയവരാണ്. അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് BJP CPM ആവശ്യത്തെ കൂട്ടുകെട്ടെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ലാവ്ലിൻ കേസിൽ CPM BJP കൂട്ടുകെട്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലാവ്ലിൻ കേസ് നടന്നത് 1996-98 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ കേസ് ഉണ്ടാകും. അതിനുശേഷം 2004, 2014 10 വർഷം ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ മിസ്റ്റർ അനിൽ ബോസ്. അതിനുശേഷമാണല്ലോ BJP ഇവിടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 വർഷവും CBI എന്ന ഏജൻസി ഉണ്ടായിരുന്നല്ലോ. അന്ന് CBI അന്വേഷിക്കാൻ തുടങ്ങിയല്ലോ ഈ കേസ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് CBI ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സാധിച്ച് CBI ആയിട്ട് വിളിച്ചു. പിന്നെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ 2 ഡയറക്ടറി ക്രീച്ചേഴ്സ് ആരൊക്കെയാണ് CBI-യും എൻഫോഴ്സ്മെന്റും എന്ന് പറയുന്നത്. കാര്യം അത്ര അതേ രീതിയിലാണ് കുണ്ടലത്തത്തെ സുപ്രീം കോടതി പറഞ്ഞത് പോട്ടെ, കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ആ CBI നിങ്ങൾ 10 വർഷം കേന്ദ്രം ഭരിച്ചല്ലോ, അന്ന് വേണമെങ്കിൽ ശ്രീ ലാവ്ലിൻ കേസിൽ പരിപൂർണമായിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തെ കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം 2014 ശേഷമാണ് BJP ഗവൺമെന്റ് വന്നത്. അപ്പൊ ഞങ്ങള്
ഈ കൊച്ചു കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ മുഖ്യ 2 ശത്രുക്കള് ഏറ്റവും കൂടുതൽ വെട്ടും കൊലപാതകവുമായിട്ട് നിൽക്കുന്നത് CPM BJP ആണ്. ഞാൻ സുധീഷ് വരാം. എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം? ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതും CBI അന്വേഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയത് എന്തിനു വേണ്ടിയാണ്? CBI അധികാരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എതിർത്തില്ല. പക്ഷേ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പറയുന്നത് no contribution shall be accepted by candidate, MLA, judge, political party, company or association. ഇതൊരു അമെന്റ്മെന്റിൽ വന്നതാണ്. 1974 ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഗവൺമെന്റിന്റെ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിനാണ് ഹൈക്കോടതി ചോദിച്ചത്. കോൺട്രിബ്യൂഷൻ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ എന്ന ഏജൻസി റെഡ് ഒരു എഗ്രിമെന്റ് വെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് വാങ്ങിച്ചിട്ടില്ല. UN കൗൺസിലേറ്റിൽ നിന്ന് എഗ്രിമെന്റ് വെച്ചത് യൂണിടെക് ആണ്. യൂണിടെക് എന്ന് പറഞ്ഞൊരു സ്വകാര്യ കമ്പനിയാണ്. അവർക്ക് പണം കൊടുക്കുകയോ അവർ കൈക്കൂലി കൊടുക്കുകയോ ആ കൈക്കൂലി ഗവൺമെന്റ് ഒഫീഷ്യൽസിന് കൊടുത്തയാളുടെ സന്തോഷിപ്പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചെന്താ? ഹൈക്കോടതി CBI ചോദിച്ചുള്ള രേഖ കൈകാര്യം കാര്യം ഹൈക്കോടതി പറഞ്ഞെന്താ? വിജിലൻസ് പിന്നീട് രേഖ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് പറഞ്ഞു CBI അങ്ങോട്ട് ഒരു വിജിലൻസിന്റെ രേഖ അധികാരം ഞങ്ങൾക്കില്ല. കാര്യം കേരള സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ഏജൻസിയാണ് വിജിലൻസ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച അന്വേഷണമാണ് നടക്കുന്നത്. ആ വിജിലൻസ് രേഖകൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അഡ്വക്കേറ്റ് ബലദേവ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് CBIക്ക് അന്വേഷിച്ചുകൂടാ? CBI അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കണ്ടേ? ഇപ്പോൾ മടിയിൽ കനമില്ല എങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. CBI വരട്ടെ, അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് സംസ്ഥാനം പോയില്ല? CBI അന്വേഷിക്കുന്നതിന് ഞങ്ങൾ വിരോധമില്ല. CBIയുടെ അന്വേഷണത്തിന് പരിധിയുണ്ട്. CBIക്ക് അന്വേഷണത്തിന് ചില മാർഗരേഖകളുണ്ട്. ആ അന്വേഷണത്തിന് പുറത്തേക്ക് വന്നപ്പോഴാണ് കേസ് കൊടുത്തത്. കാര്യം CBI അന്വേഷിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ സെക്ഷൻ 3. ഞാൻ സുധീഷിനോട് തന്നെ ചോദിക്കാം. സുധീഷ് അങ്ങനല്ല. അവർക്ക് ഇടപെടാൻ കഴിയുന്ന നിലയിൽ കേരള ഗവൺമെന്റിന്റെ തന്നെ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ കേരള ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഓർഡറിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് കോടതി പോയത്. ശിവശങ്കര ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ചട്ടലംഘനം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ ചട്ടലംഘനം നടന്നാൽ CBIക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞ് 2017 കേരള ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. അത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ CBI അന്വേഷിക്കുന്നത് ചട്ടലംഘനം നടക്കാത്ത കേസിലാണ്. ഈ ഗവൺമെന്റിൽ നിന്ന് ആരെങ്കിലും 1 രൂപ വാങ്ങിച്ചായിട്ട് ശിവശങ്കര ചേട്ടൻ പരാതി ഉണ്ടോ? വിദേശത്തുനിന്ന് ലൈഫ് മിഷനിലോ ആരെങ്കിലും UAE കൗൺസിലേറ്റിൽ നിന്നോ റെഡ് ക്രസന്റിൽ നിന്നോ ഈ ഗവൺമെന്റിന്റെ ഏജൻസി 1 രൂപയും വാങ്ങിച്ചിട്ടില്ല. യൂണിറ്റാക്കുന്നവരെ നിങ്ങൾ അന്വേഷിച്ചോളൂ. പക്ഷെ ഗവൺമെന്റ് ഏജൻസികൾക്കെതിരെ 1 രൂപ പോലും കൊടുത്തതായിട്ട് സന്തോഷിപ്പനും പറഞ്ഞിട്ടില്ല. സന്തോഷിപ്പൻ 4-5 കോടി രൂപ കൈക്കൂലി കൊടുത്തു പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്കാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അത് നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നത്, താങ്കൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അത് രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികളിൽ ഒരു ഏജൻസി അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. അവരുടെ അന്വേഷിക്കുക, അവരുടെ ട്രെയിൻസിനകത്ത് ഒരു പരിധിയുണ്ട് എന്ന് താങ്കൾ പറയാൻ കാരണം എന്താണ്? അവർക്ക് അല്ല, ഓരോ അന്വേഷണത്തിനും ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാകും. ഓരോ അന്വേഷണത്തിനും ഇവിടെ അവർക്ക് എന്താണ് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ ആരെങ്കിലും പൈസ വാങ്ങിച്ചോ? ഞാൻ സെക്ഷൻ വായിച്ചു കേൾപ്പിച്ചില്ലേ? കോൺട്രിബ്യൂഷൻ ഇവിടെ ആരും സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് ഏജൻസികളൊന്നും കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചിട്ടില്ല. ആ പരിധി കടന്നാണ് അവർ അന്വേഷിക്കുന്നത്. കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചത് യൂണിറ്റാക്ക് ഒരു UAE കൗൺസിലേറ്റിൽ നിന്ന് അവർ നേരിട്ട് കോൺട്രിബ്യൂഷൻ അവർ തന്നെ പറയുന്നു. UAE കൗൺസിലേറ്റ് പറയുന്നത് പൈസ കൊടുത്തു, ആർക്ക് കൊടുത്തു? യൂണിറ്റാക്ക് കൊടുത്തു. ഗവൺമെന്റ് കൊടുത്തത് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും രേഖകൾ ആർക്ക്? അങ്ങനെ രേഖകളെ ഇല്ല. അതാണ് പറഞ്ഞത്. അവരുടെ പരിധിക്ക് പുറത്ത് അവരന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ സുധീഷ് ഇപ്പൊ പറഞ്ഞു വലിയ ഏജൻസി, നമ്മളിപ്പോ അയോധ്യ വിധിയിലെ കണ്ടാണല്ലോ. അത് പോട്ടെ, അതിലേക്ക് ഞാൻ വരുന്നില്ല. CBIയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ല. അപ്പം ഒരു രേഖകൾ പോലും ഹാജരാക്കുക, അതാണ് ഇപ്പോഴത്തെ പുതിയ വിധി. അതാ പോട്ടെ. അപ്പൊ അതുകൊണ്ട് അവര് അന്വേഷിക്കുന്നത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഗവൺമെന്റിനെതിരെയുള്ള ആയുധമായിട്ട് ആ ഒരു അന്വേഷണം ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഗവൺമെന്റ് കോടതിയിൽ അധികാര പരിധി വിടുന്നു.
അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല അന്വേഷിക്കുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. കൂട്ടിലെ തത്വവാദം വീണ്ടും ഉയർത്തുന്നത് CBI എന്തന്വേഷിക്കണം എന്ന് കേരള സർക്കാരാണോ പറയേണ്ടത്? CBI അന്വേഷണ പരിധി ലംഘിക്കുന്നു, അല്ലെങ്കിൽ CBI അന്വേഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്ന് അഡ്വക്കേറ്റ് ബലദേവിനോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ പറയാൻ ഒരു അധികാരവുമില്ല. അല്ല, ഗവൺമെന്റിനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ ഗവൺമെന്റിന് സ്വാഭാവികമായിട്ട് അതിനെതിരെ പോകാം. ഒരു അന്വേഷണ ഏജൻസി എനിക്കെതിരെ മനഃപൂർവ്വം എന്നെ ഹറാസ് ശ്രമിച്ചാൽ അതിനാണ് കോടതി. അല്ല, അവിടെ ഈ മനഃപൂർവ്വം എന്ന് പ്രയോഗിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സർക്കാരിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം വരുമ്പോൾ അത് മനഃപൂർവ്വം CBI രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് ഏജൻസികളോ യാതൊരു കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ CBIയുടെ അന്വേഷണത്തിൽ നോക്കുന്നത് എങ്ങനെ ആരെങ്കിലും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ച് പണം സ്വീകരിച്ച്, ഞാൻ പറഞ്ഞല്ലോ 2017 മുതൽ 2019 വരെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള വിവിധ ഏജൻസികൾ 58,000 കോടി രൂപ വാങ്ങിച്ചുവെന്ന് കേന്ദ്രത്തിലൊരു മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ട് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിലൂടെ പറഞ്ഞല്ലോ. അത് ക്യാബിനറ്റും തീരുമാനിച്ചൊന്നുമല്ല. കേന്ദ്രത്തിലൊരു മന്ത്രി തന്നെ ക്യാബിനറ്റിൽ വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി കൊടുത്താണ് 58,119 കോടി രൂപ 2017 മുതൽ 19 വരെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഇതുപോലെ ലൈഫ് മിഷൻ ഉള്ള ഏജൻസികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊന്നും ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ വാങ്ങിച്ചത്. അതെല്ലാം ഡിസിഷൻ വേണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം വേണം. അതാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് ഇവിടെ പറയുന്നത്. ഇന്ന് കോടതി ചോദിച്ചത് FCRA ലംഘനം വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ആ നിർണായകമായ ചോദ്യവും ആണ്. അതിര് വിട്ട് CBI പോകുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നത്. CBI അന്വേഷണത്തെ തങ്ങൾ എതിർക്കുന്നില്ല എന്നുകൂടി അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിന് PR ശിവശങ്കറിന് മറുപടി നൽകാനുണ്ടാകും. ആ മറുപടിയിലേക്ക് അതിവേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.